യെസ്, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പായിട്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സമയം രാത്രി ഒരു 12 മണിക്ക് ശേഷമാണ് ഈ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇത് എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ 1 മണി, രാത്രി 1 മണിക്ക് എക്സാക്റ്റ് ആയിട്ട് പറയുകയാണ് ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നത് രാത്രി 1 മണിക്ക് ശേഷം. കാരണം എന്താണ്, കഴിഞ്ഞ ദിവസം രാത്രി ക്ലാസ്സിൽ എന്താണ് ക്ലാസ് ഫുൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ചെറിയൊരു ഇന്റർവ്യൂ പ്രശ്നം വന്നു. ശേഷം അതേ ദിവസം രാത്രി 12:45 ശേഷമാണ് ഈ ഒരു ക്ലാസ് റെക്കോർഡ് ചെയ്തത്. നിങ്ങൾ വേറെ എവിടെ പഠിക്കാൻ പോയാലും ആ ക്ലാസ് ടുമാറോ ആവട്ടെ, അടുത്ത ദിവസം ആവട്ടെ എന്ന് പറഞ്ഞു മാറും. അതേ ക്ലാസ് മണിക്കൂറുകൾക്ക് ശേഷം പാതിരാത്രി നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് തരുന്നെങ്കിൽ നിങ്ങളുടെ വിജയം ആഗ്രഹിക്കുന്ന ഒരാളായത് കൊണ്ട് മാത്രമാണ് സിൻസിയർ ആയിട്ട് പഠിപ്പിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ നഴ്സിംഗ് ഫൗണ്ടേഷനിൽ നിന്നൊരു ഉറപ്പായ ചോദ്യം, കഴിഞ്ഞ എക്സാമിന് 4 ചോദ്യം ഉണ്ടായിരുന്നു, മുമ്പത്തെ എക്സാം 2 ചോദ്യം ഉണ്ടായിരുന്നു. ഉറപ്പായിട്ട് ചോദിക്കും. ഇത് എത്തിക്സ് ഇൻ ദ നഴ്സിംഗ് ഫൗണ്ടേഷൻ. ദ നഴ്സിംഗ് ഫൗണ്ടേഷനിൽ വരുന്ന ചാപ്റ്റർ ആണ് ദ എത്തിക്സും ആൻഡ് ദ ലീഗൽ ആസ്പെക്ടും. 2 ചാപ്റ്ററും ഇന്ന് നമ്മൾ ഒരുമിച്ച് കാണും. സ്റ്റാർട്ട് ചെയ്യാം. എത്തിക്സ് എന്ന് പറയുന്നത് എന്താ? എത്തിക്സ് എന്ന് പറയുന്നത് ചോദ്യം ഉറപ്പായിട്ട് വരും. 2 ചാപ്റ്റർ ആണ്. ഒന്ന് എത്തിക്സും ആൻഡ് ദ ലീഗൽ ആസ്പെക്ട് നഴ്സിംഗ്. അതിൽ ഇത് ടോർട്ട് ഒക്കെ വരും, അറിയാലോ, ടോർട്ട്, ടൈപ്സ് ഓഫ് ടോർട്സ് ഒക്കെ വരും, അത് പഠിക്കും. അതിന് മുമ്പായിട്ട് എത്തിക്സ് എന്താണ് 2 ക്ലാസ് ഒരുമിച്ചാണ് വരുന്നത്. എത്തിക്സ് എന്നാൽ എന്താണ്? എത്തിക്സ് എന്താണ്? നമ്മളെ അവിടെ കുറെ കാര്യങ്ങൾ നേരത്തെ എഴുതി വെച്ച് നമ്മൾ പഠിപ്പിക്കുന്നതാണ് എത്തിക്സ്. നേരത്തെ കുറെ കാര്യങ്ങൾ എഴുതി വെച്ച് പഠിപ്പിക്കുന്നതാണോ എത്തിക്സ്? എത്തിക്സ് ഈസ് എ സിസ്റ്റം ഓഫ് ദ മോറൽ പ്രിൻസിപ്പിൾസ് അല്ലേ? ഞാൻ നേരത്തെ പറയുന്നു, ദ മോറൽ പ്രിൻസിപ്പിൾസ് ആർ സ്റ്റാൻഡേർഡ് ദ ഗവേണിംഗ് ദ കണ്ടക്ട് അല്ലേ? ഒരാൾ മനസ്സിലാക്കി പോകുന്നല്ലേ. എന്താണ് ദ മോറൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ദ മോറൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? എന്താ മോറൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മോറൽ എന്താണ്? മോറൽ മോറൽ എന്ന വാക്ക് അർത്ഥം എന്താ? ഇനിയോ എവിടെയെങ്കിലും മോറൽ പ്രിൻസിപ്പിൾ, മോറൽ കേട്ടിട്ടുണ്ടോ? എന്താ മോറൽ? എന്താ മോറൽ എന്ന് പറഞ്ഞാൽ? എന്താ മോറൽ? എന്താണ്? നമ്മുടെ എക്സ്പീരിയൻസ് എന്നല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് എന്നും ഡിറൈവ് ചെയ്ത് വരുന്ന ദ ബിഹേവിയറൽ ചേഞ്ച് എന്താ? നമ്മുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് എന്നും നമ്മുടെ അവിടെ ഡിറൈവ് ചെയ്ത് വരുന്ന ദ ബിഹേവിയർ എക്സ്പീരിയൻസ്. ഇതിന്റെ പേരെന്താ? ബിഹേവിയർ എക്സ്പീരിയൻസോ ബിഹേവിയർ ചേഞ്ച് ആയിക്കോട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് എന്നും നമ്മുടെ ചേഞ്ചസ്, നമ്മുടെ ഓരോരുത്തരുടെയും ദ ബിഹേവിയർ ചേഞ്ച് വിളിക്കുക. മോറൽ എന്ന് വിളിച്ചുകൂടെ? നമ്മുടെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യം അനുസരിച്ച് നമ്മുടെ ഇത് ബിഹേവിയർ ചേഞ്ച് വരുന്നെങ്കിൽ മോറൽ ആട്ടോ, മോറൽ പ്രിൻസിപ്പിൾ വിളിക്കാം. നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ ജീവിതമല്ലേ? ഓരോരുത്തർക്കും ഓരോ ജീവിതമാണ്. ആ സമയത്ത് നിങ്ങളുടെ ഓരോ ബിഹേവിയർ ചേഞ്ചസ്, ഇപ്പൊ എക്സ്പീരിയൻസ് ആണ്, ജീവിതത്തിൽ എക്സ്പീരിയൻസ് കാരണം വരുന്ന ദ ബിഹേവിയർ ചേഞ്ചസിന് എപ്പോഴും ദ മോറൽ എന്ന് വിളിക്കുക അല്ലെ? ഒരു സ്ഥലത്ത് പോകാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുമ്പോൾ ആ നഴ്സ് എങ്ങനെ അവിടെ ബിഹേവ് ചെയ്യണം, ഇതൊന്നും നമ്മളെ ആരെങ്കിലും ഒരിക്കലും പഠിപ്പിച്ചതാണോ? എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്, ഒരിടത്ത് പോയിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നമ്മളെ ആരെങ്കിലും എവിടെയെങ്കിലും പഠിപ്പിച്ചതാണോ? അല്ലല്ലോ. നമ്മുടെ ചുറ്റുപാടുള്ള അനുഭവം വെച്ചുകൊണ്ട് നമ്മൾ തന്നെ കണ്ടുപിടിച്ചതല്ലേ, ഐഡന്റിഫൈ ചെയ്തതല്ലേ. നമ്മൾ തന്നെ നമ്മുടെ ഓരോരുത്തരും ചുറ്റുപാടിൽ വെച്ചുകൊണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് മോറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ഓരോരുത്തരെയും ചുറ്റുപാട് വെച്ചുകൊണ്ട്, അനുഭവം വെച്ചുകൊണ്ട് ഐഡന്റിഫൈ ചെയ്താണ് മോറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി അതിനകത്ത് നിന്ന് പ്രവർത്തിക്കുക എന്ന് പറയുന്നതല്ലേ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി അതിനകത്ത് നിന്ന് പ്രവർത്തിക്കുകയല്ലേ. നമ്മൾ ജീവിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ പെരുമാറുകയല്ലേ. നമ്മുടെ ഓരോരുത്തരെയും സാമൂഹിക വ്യവസ്ഥയനുസരിച്ച് പെരുമാറുന്ന എന്താ വിളിക്കാം? എത്തിക്സ് എന്ന് വിളിക്കാം. വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ് അല്ലേ? ശരിയല്ലേ? അല്ലേ? അല്ലെ? ശരിയുടെയും തെറ്റിന്റെയും ഇടയിലല്ലേ എത്തിക്സ് വരുന്നത്? ശരിയാണ്. അതിന്റെ ബേസ് എന്താണ്? എത്തിക്സിന്റെ ബേസ് എന്താ? എത്തിക്സിന്റെ ബേസ് ഉണ്ടോ? ഉണ്ടോടെ? എത്തിക്സിന് ബേസ് ഉണ്ടോ? എത്തിക്സിന് കുറെ ബേസ് ഉണ്ടോ? ഉണ്ടോ? എനിവൺ ബേസ് ഉണ്ടോ? എത്തിക്സിന്റെ ഒരു ഇത് ബോഡി ഓഫ് നോളജ് ഉണ്ടോ? എത്തിക്സിന് ബോഡി ഓഫ് നോളജ് ഉണ്ടോ? എത്തിക്സിന് ബോഡി ഓഫ് നോളജ് ഉണ്ടോ? എത്തിക്സിന് ഒരു ബോഡി ഓഫ് നോളജ് ഉണ്ടോ? നോളജ് ഉണ്ടോടെ? ഉണ്ടോടെ?
ദ ബോഡി ഓഫ് നോളജ് പറഞ്ഞാൽ വേറെ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നതാണോ, സ്വന്തമായിട്ട് പഠിക്കുന്നതാണോ? വേറെ ആരെങ്കിലും പടി എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നതാണോ, സ്വന്തമായുള്ള നോളജ് ആണോ? പറഞ്ഞു ഓർത്ത് പറഞ്ഞു. ഞാൻ പിന്നെയും പറയുന്നു, ഈ ക്ലാസ് കേൾക്കുമ്പോൾ റെക്കോർഡ് ക്ലാസ് വരുന്നത് രാത്രി 1 മണിക്കോ 2 മണിക്കോ ആയിരിക്കും. നിങ്ങൾ പഠിക്കുമ്പോഴും അവൾ ഉറങ്ങാതെ പഠിപ്പിക്കുന്ന ഒരാളുണ്ട്, അറിയാമല്ലോ, അറിയാൻ ആണല്ലേ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിയും തെറ്റും ഐഡന്റിഫൈ ചെയ്ത് ശരിയായ കാര്യം ചെയ്യുക അല്ലേ. എത്തിക്സ് എന്ന് പറയാൻ എന്താ? ശരിയും തെറ്റും കണ്ടുപിടിച്ച് ശരിയായ കാര്യം ചെയ്യുക എന്നതാണ് എപ്പോഴും എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? ഞാൻ മലയാളത്തിൽ പറയാണ്, എത്തിക്സ് എന്ന് പറയാൻ എന്താ? ശരിയും തെറ്റും കണ്ടുപിടിച്ച് ശരിയായ കാര്യം മാത്രം ചെയ്യുക അല്ലേ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നേഴ്സിംഗ് എത്തിക്സ് ഉണ്ടോ? നമ്മുടെ നേഴ്സിംഗിൽ എത്തിക്സ് ഉണ്ട്. എന്താണ് ദ നേഴ്സിംഗ് എത്തിക്സ് എന്ന് പറയുന്നത്? എന്താണ് നേഴ്സിംഗ് എത്തിക്സ് എന്ന് പറയുന്നത്? സിസ്റ്റംസ് ഓഫ് പ്രിൻസിപ്പിൾസ്. ദ സിസ്റ്റംസ് ഓഫ് പ്രിൻസിപ്പിൾ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ദ ഗവേണിംഗ് ദ കണ്ടക്ട് ഓഫ് എ നേഴ്സ് അല്ലേ. ഒരു നേഴ്സ് ഇടപെടാൻ ഉള്ള രീതിയിൽ, അല്ലെങ്കിൽ നേഴ്സ് ഹോസ്പിറ്റലിൽ എങ്ങനെ ഡീൽ ചെയ്യുന്നു അല്ലേ, സിറ്റുവേഷൻസ് എങ്ങനെ ഡീൽ ചെയ്യുന്നത് അല്ലേ, എവിടെയൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്? ഒരു നേഴ്സ് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് എവിടെയൊക്കെ ഫോളോ ചെയ്യേണ്ടത്? ആരുമായി ഡീൽ ചെയ്യുമ്പോഴാണ് എത്തിക്സ് ഫോളോ ചെയ്യേണ്ടത്? ആരുമായിട്ടാണ്? പേഷ്യന്റുമായിട്ട്, പേഷ്യന്റ് ഫാമിലി മെമ്പേഴ്സുമായിട്ട്, കമ്മ്യൂണിറ്റിയുമായിട്ട്, ആൻഡ് കോ വർക്കേഴ്സുമായിട്ട്, അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴല്ലേ അല്ലേ. നമ്മൾ കോവർക്കറിനോട് പെരുമാറും പോലെയല്ല പേഷ്യനോട് പെരുമാറുന്നത് അല്ലേ. പേഷ്യന്റിനോട് പെരുമാറും പോലെയല്ല ഡോക്ടറിനോട് ഡീൽ ചെയ്യുന്നത് അല്ലെ. ഡോക്ടറിനോട് പോലെയല്ല ബാക്കി അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി ഡീൽ ചെയ്യുന്നത് അല്ലേ. നൗ എന്തൊക്കെയാണ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് ചോദ്യം വരും. നൗ എന്തൊക്കെയാണ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? ഈ രാത്രി ഈ ഒരു ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്ത് തരണമെങ്കിൽ അത്രയ്ക്ക് പ്രധാനമുണ്ട്. കാരണം ഇപ്പൊ തൊട്ട് മുൻപായിട്ട് എന്താണ്, നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല, ഇലക്ട്രിസിറ്റി പ്രശ്നം വന്നു. അവിടെ ഞാൻ ഇവിടെ ക്ലാസ് നാളെ എടുക്കാമെന്നോ മറ്റന്ന് എടുക്കാമെന്നോ പറയാതെ ഈ പാതിരാത്രി തന്നെ ഇത് റെക്കോർഡ് ചെയ്ത് തരണമെങ്കിൽ എന്റെ ആത്മാർത്ഥത അത്രയ്ക്കും വലുതാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ചോദ്യം ഉറപ്പായിട്ടും വരും. അതുകൊണ്ടാണ് ഒരു ദിവസം പോലും താമസിക്കാൻ പാടില്ല, 1 മണിക്കൂർ പോലും എന്റെ കുട്ടികൾ താമസിക്കാൻ പാടില്ല, 1 നിമിഷം പോലും എന്റെ കുട്ടികൾ പഠിക്കാൻ താമസിക്കാൻ പാടില്ല എന്നത് കൊണ്ടാണ് ഈ രാത്രി മിഡ് കഴിഞ്ഞു 1 മണിയായി ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാ? ഫസ്റ്റ് വേർഡ് എന്തൊക്കെയാ? എത്തിക്കൽ പ്രിൻസിപ്പിൾ ഫസ്റ്റ് എന്താ? ഓട്ടോണമി. അനാട്ടമി അല്ല, ഓട്ടോണമി എന്ന് പറയുന്നത് എന്താ ഓട്ടോണമി? ചോദ്യം വരും. എന്താണ് ഓട്ടോണമി എന്ന് പറഞ്ഞ ചോദ്യം വരും. എത്തിക്കൽ പ്രിൻസിപ്പിൾസിനകത്ത് വരുന്ന ഫസ്റ്റ് കാര്യമാണ് ഓട്ടോണമി എന്ന് പറയുന്നത്. റെസ്പെക്ട് ദ ക്ലയന്റ്സ് റൈറ്റ്സ് അല്ലേ. പേഷ്യന്റ് റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്യുക അല്ലേ. ശരിയല്ലേ? പേഷ്യന്റ് റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്യുക. ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയോട് പേഷ്യന്റ് രോഗിക്ക് ഒരു താല്പര്യമില്ലെങ്കിൽ പോലും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ കൊടുക്കുന്നത് എന്താ? ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയോട് പേഷ്യന്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇഞ്ചക്ഷൻ കൊടുക്കണോ, പ്രൊസീഡ് ചെയ്യണോ, രോഗി താല്പര്യം കൊടുക്കണ്ടല്ലോ. പേഷ്യന്റെ റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്യണം. എന്ത് വിളിക്കാം? ഓട്ടോണമി വിളിക്കാം. അവരുടെ ഡിസിഷൻ, പേഷ്യന്റെ സ്വന്തം ഡിസിഷൻ അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ആ ഡിസിഷൻ എപ്പോഴും നമ്മൾ ബഹുമാനിക്കണം, റെസ്പെക്ട് ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് ഓട്ടോണമി. പക്ഷേ കൊടുക്കാതിരിക്കരുത്. ആ കൊടുക്കാൻ പോകുന്ന പ്രൊസീജിയറിനെ കുറിച്ച് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു കൊടുക്കണം. രോഗിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ നമ്മൾ രോഗിയുടെ തീരുമാനത്തെ ഫസ്റ്റ് ബഹുമാനിച്ച ശേഷം അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു കൊടുക്കണം. ശരിയല്ലേ? അതിനുശേഷം അവനോട് ഒരു ഡിസിഷൻ എടുക്കാൻ പറയണം. ദാറ്റ്സ് കോൾഡ് ആസ് ഓട്ടോണമി. റെസ്പെക്ട് ദ ക്ലയന്റ്സ് റൈറ്റ് ടു മേക്ക് ഓൺ ഡിസിഷൻ. സ്വന്തം തീരുമാനം എടുക്കാൻ പേഷ്യനുള്ള റൈറ്റ് ഉണ്ട്. നമ്മളതിനെ റെസ്പെക്ട് ചെയ്യണം. ശരിയല്ലേ? നമ്മളതിനെ റെസ്പെക്ട് ചെയ്യണം. അവിടെ ചോദ്യം വരും, പേഷ്യന്റിനെ റെസ്ട്രെയിൻ ചെയ്യുന്നത് പേഷ്യന്റ് ചോദിച്ചിട്ടാണ് അവിടെ? ഇല്ലല്ലോ. പേഷ്യന്റ് കൺസെന്റ് വേണമെങ്കിലും റെസ്ട്രെയിൻ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ഓട്ടോണമി ഓർമ്മിക്കുക. പേഷ്യന്റ് റൈറ്റിനെ കുറിച്ച് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. സ്വന്തമായി ഒരു തീരുമാനം എടുക്കാൻ കഴിവുള്ള പേഷ്യന്റ് കേട്ടോ.
സ്വന്തമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്ന പേഷ്യനോട് മാത്രം ഓട്ടോണമി റെസ്പെക്ട് ചെയ്യണം കേട്ടോ. തീരുമാനം എടുക്കാൻ കഴിയുന്ന ആൾക്കാർ മാത്രം. ഇല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത ആണെങ്കിൽ സ്ട്രെയിൻ ചെയ്യാറുണ്ടല്ലേ. ഫസ്റ്റ് എത്തിക്കൽ പ്രിൻസിപ്പിൾ ക്ലിയർ ആയല്ലോ. ഫസ്റ്റ് എത്തിക്കൽ പ്രിൻസിപ്പിൾ ക്ലിയർ ആയി. സെക്കൻഡ് ഏതാ? ദ നോൺ മാലിഫിസൻസ്. ദ നോൺ മാലിഫിസൻസ് എന്ന് പറഞ്ഞ എന്താ? എന്താ അർത്ഥം? എന്താ? ഇറ്റ്സ് ഒബ്ലിഗേഷൻ. ഇറ്റ്സ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മുടെ കടമയല്ലേ ഒബ്ലിഗേഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കടമയല്ലേ. എന്തൊരു കടമയാ? നമ്മുടെ കടമ. ഒബ്ലിഗേഷൻ എന്ന വാക്കിന്റെ അർത്ഥം വന്നാൽ ഒരു കടമയാണ്. എന്തൊരു കടമ? ദ നോൺ മാലിഫിസൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഹാമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. ദ നോൺ മാലിഫിസൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഹാമായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. പാടില്ല. കേട്ടിട്ടുണ്ടായിരിക്കും. പേഷ്യന്റ് അടുത്ത് ഒരു പ്രൊസീജർ ചെയ്യാൻ പോകുമ്പോൾ പേഷ്യന്റ് അതിനെ വേണ്ട എന്ന് എതിർത്ത എന്താണ്? കള്ളസ്. മാലിഫിസൻസ് അല്ലേ. നമ്മളൊരു പ്രൊസീജർ ചെയ്യാൻ പോകുമ്പോൾ പേഷ്യന്റ് അത് എതിർത്താൽ വേണ്ട, ചെയ്യണ്ട എന്ന് പറഞ്ഞ എന്താ? ദ നോൺ മാലിഫിസൻസ്. അയാളെ നമ്മൾ ഹാം ചെയ്യുന്നതിന് തുല്യമല്ലേ അത്? മറക്കരുതേ. ദ നോൺ മാലിഫിസൻസ് എത്തിക്കൽ പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. പേഷ്യന്റ് ഹാം വരുന്ന രീതിയിൽ ഒരു കാര്യം നമ്മൾ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യാൻ പാടില്ല. അതാണ് ദ നോൺ മാലിഫിസൻസ് എന്ന് പറഞ്ഞ. ക്ലിയർ ആയോടെ? സ്കൂൾ പിള്ളേരെ പോലെ പഠിപ്പിക്കുകയാണ്. രാത്രി 1 മണിക്കും 2 മണിക്കും നിങ്ങളെ ഞാൻ സ്കൂൾ പിള്ളേരെ പോലെ പഠിപ്പിക്കുകയാണ്. വിജയം ഉറപ്പിച്ച് പഠിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണ് ദ ബെനിഫിസൻസ് എന്ന് പറഞ്ഞ എന്താ? എന്താണ് ദ ബെനിഫിസൻസ് എന്ന് പറഞ്ഞ എന്താ? മറ്റേത് കടമയാണ്. ഏത്? നോൺ മാലിഫിസൻസ് ഇത് കടമയാണെങ്കിൽ ദ ബെനിഫിസൻസ് എന്താണ്? ഇത് ഡ്യൂട്ടി അല്ലേ. നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇറ്റ്സ് അവർ ഓൺ ഡ്യൂട്ടി ടു ഡു ഗുഡ് അല്ലേ. അല്ലെ, മറ്റുള്ളവർക്ക് നല്ലത് മാത്രം ചെയ്യുക അല്ലെ. മറ്റുള്ളവർക്ക് നല്ലത് മാത്രം ചെയ്യുക, തെറ്റൊന്നും ചെയ്യാതെ മറ്റുള്ള നല്ലത് മാത്രം ചെയ്യുക. എന്താ? ബെനിഫിസൻസ് വിളിക്കുക. മറ്റുള്ളവർക്ക് തെറ്റൊന്നും ചെയ്ത് കൊടുക്കാതെ നല്ലത് മാത്രം ചെയ്താൽ ബെനിഫിസൻസ് വിളിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എല്ലാവരും ഇത് മെഡിക്കൽ കോളേജ് വർക്കിനുണ്ടോ? ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇത് മെഡിക്കൽ കോളേജ് വർക്കിനുണ്ടോ? അവിടെ ഇത് OP പോയിസണിങ് പേഷ്യന്റ് ഉണ്ടോ? OP ഓർഗാനോ ഫോസ്ഫറസ് പോയിസണിങ് പേഷ്യന്റ് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പ്രത്യേകം എന്താ? ആദ്യത്തെ 2 ദിവസം അട്രോപിൻ കൊടുക്കും അല്ലേ. ഫസ്റ്റ് 2 ദിവസം എടുക്കും, അട്രോപിൻ കൊടുക്കും. ശേഷം സംഭവിക്കും, ആദ്യ 2 ദിവസം അട്രോപിൻ കൊടുക്കുകയും 2 ദിവസം കഴിയുമ്പോൾ പേഷ്യന്റ് വിഡ്രോയിൽ പോകട്ടെ. ഫസ്റ്റ് 2 ദിവസം അട്രോപിൻ കൊടുത്ത ശേഷം 3-ാമത്തെ ദിവസം ആകുമ്പോൾ പേഷ്യന്റ് വിഡ്രോയിലോട്ട് പോകും. വിഡ്രോയിൽ പോകട്ടെ. കംപ്ലീറ്റ് ന്യൂറോ മസ്കുലർ ജംഗ്ഷനിൽ അഫക്ട് ചെയ്തുകൊണ്ട് പേഷ്യന്റ് വിഡ്രോയിലോട്ട് പോകും. വിഡ്രോയിൽ പോവും. ഇനിയോ കേട്ടോ? പോവൂലേ? ആ സമയത്ത് പേഷ്യന്റ് വളരെ വയലന്റ് ആയിട്ട് ബിഹേവ് അല്ലേ. തേർഡ് ഡേ ആകുമ്പോൾ തന്നെ പേഷ്യന്റ് വളരെ വയലന്റ് ആയിട്ട് ബിഹേവ് കാണിക്കും. ആ സമയത്ത് നമ്മൾ പോയി പേഷ്യന്റിന്റെ അടുത്ത് നിന്നെ കെട്ടിയിടണോ വേണ്ടേ എന്ന് ചോദിക്കാൻ പറ്റുമോ? തേർഡ് ഡേ പോയിട്ട് ഞാൻ നിന്നെ കെട്ടിയിട്ടോട്ടെ, വേണോ വേണ്ടേ എന്ന് ചോദിക്കാൻ പറ്റും? ഇല്ലല്ലോ. സാധിക്കുമോ? ഇല്ലല്ലോ. ആ സമയത്ത് നമ്മൾ ഒരു തീരുമാനം എടുക്കണം അല്ലെ. നമ്മൾ കൊടുക്കാൻ പോകുന്ന മെഡിസിൻ അത് ഗുണമാണോ ദോഷമാണോ എന്ന് പേഷ്യന്റ് ചോദിക്കാൻ ചില സമയത്ത് നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അവരുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ചില സമയം നമുക്കൊണ്ട് സാധിക്കത്തില്ല. റെസ്ട്രെയിൻ ചെയ്തില്ലെങ്കിൽ, ബെഡിൽ വെച്ച് റെസ്ട്രെയിൻ ചെയ്തില്ലെങ്കിൽ താഴെ വീണ് വല്ല പ്രശ്നം ഉണ്ടാവാറില്ലേടേ? ഇല്ലേടേ? അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താ? പേഷ്യന്റ് ദോഷവും നഷ്ടവും ഗുണവും നോക്കാറില്ല. നമ്മൾ റെസ്ട്രെയിൻ ചെയ്ത് പേഷ്യന്റ് സേവ് ചെയ്യുന്നു നോക്കാറില്ലേടെ? അപ്പോൾ ഞാൻ ശരിയല്ലേ? ഇനി എക്സാം അറിയാലോ. യെസ്. അപ്പം ഇതിന്റെ ബെനിഫിസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ദ ഗുഡോ ഹാമോ ബാലൻസ് നോക്കി ദ ഗുഡ് മാത്രം ചെയ്യല്ലേ. സോ ദ ബെനിഫിസൻസ് എന്ന് പറഞ്ഞാൽ ദ ഗുഡ് ഓർ ബാഡ് നോക്കി ദ ഗുഡ് മാത്രം പ്രവർത്തിക്കുക. അതിനെ പറയുന്ന പേരാണ് ബെനിഫിസൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നഴ്സറി പിള്ളേരെ പഠിപ്പിക്കും പോലെയാണ് ഞാൻ വളരെ മലയാളത്തിൽ പല കാര്യവും പറഞ്ഞു തരുന്നത്. അത് പഠിച്ചെടുക്കുക.
അധികം ഇംഗ്ലീഷ് വാക്കുകൾ പോലും യൂസ് ചെയ്യാതെ ദ നഴ്സറി പിള്ളേരെ പോലെ മലയാളത്തിൽ പറഞ്ഞു സ്റ്റോറി രൂപത്തിൽ പല കാര്യം പറഞ്ഞു പഠിച്ചെടുക്കും കേട്ടോ. നാലാമത്തെ കാര്യമാണ് ദ ജസ്റ്റിസ് അല്ലെങ്കിൽ ഫെയർനെസ്. നാലാമത്തെ കാര്യമാണ് ദ ജസ്റ്റിസ് അല്ലെങ്കിൽ ഫെയർനെസ്. എന്താ ജസ്റ്റിസ് അല്ലെങ്കിൽ ഫെയർനെസ്? ചോദ്യം വരും. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എന്തായിരിക്കും ഇവിടെ? നമ്മൾ ചെയ്യുന്ന ജോലി എല്ലാവർക്കും ഈക്വലായി കൊടുക്കണ്ടേ? ദ ജസ്റ്റിസിന് മറ്റൊരു പേര് ഫെയർനെസ്സും വാക്കൂടെ ഉണ്ട്. ഒരാൾക്ക് മാത്രം നല്ല ഗുണമായ കാര്യം ചെയ്യുകയും മറ്റൊരാൾക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യാൻ ശരിയാവിടെ ഇരിക്കാൻ പാടില്ല. എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. ദ ട്രീറ്റ് ഈക്വലി ആൻഡ് ഫെയർലി അല്ലേ? തുല്യമായ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും കൊടുക്കും അല്ലെ? തുല്യമായി ഒരുപോലെ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന രീതിയിൽ കെയർ കൊടുക്കും അല്ലെ? അതിനെ വിളിക്കുന്ന പേരെന്താ? എല്ലാവർക്കും എന്താണ് നമ്മൾ ഒരാൾ കൂടുതലും കുറച്ചുമല്ലാതെ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും ഒരുപോലെ ട്രീറ്റ്മെന്റ് ഒരുപോലെ ഇതിൽ കൊടുത്തത് വിളിക്കുകയാണ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഫെയർനെസ് എന്ന് വിളിക്കുക അല്ലെ? ജസ്റ്റിസ് അല്ലെങ്കിൽ ഫെയർനെസ് എന്ന് വിളിക്കാം. നാലാമത്തെ കാര്യം കിട്ടിയോടെ കിട്ടുന്നുണ്ടോ? ഉണ്ടോ? രാവിലെ എഴുന്നേറ്റ് പഠിക്കുക കേട്ടോ. രാവിലെ എഴുന്നേറ്റ് പഠിക്കുക. 6 മാസം ഉണ്ട്. അഞ്ചാമത്തെ കാര്യം വെറാസിറ്റി. അഞ്ചാമത് വെറാസിറ്റി. എന്താ വെറാസിറ്റി? എന്താ അഞ്ചാമത്തെ ഒരു വെറാസിറ്റി? എന്താ വെറാസിറ്റി എന്താ? ഇതും പരീക്ഷയ്ക്ക് ചോദ്യമാണ്. 2021 എക്സാമിൽ ചോദ്യമാണ്. 2021 എക്സാമിൽ ചോദ്യമാണ് വെറാസിറ്റി. എന്താണ്? പേഷ്യന്റിനോട് സത്യം മാത്രം പറയുക. ഇറ്റ്സ് ഒബ്ലിഗേഷൻ ടു ടെൽ ദ ട്രൂത്ത് അല്ലേ? ഇറ്റ് ഈസ് ആൻ ഒബ്ലിഗേഷൻ ടു ടെൽ ദ ട്രൂത്ത് അല്ലേ? അല്ലേ സത്യം മാത്രം പറയുക അല്ലേ? പേഷ്യന്റിനോട് അവരുടെ കാര്യങ്ങൾ കുറിച്ച് സത്യം മാത്രം പറയുക. ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല. സത്യം മാത്രം പറയുക. എന്ത് വിളിക്കാം? വെറാസിറ്റി. മലയാളത്തിൽ പഠിക്കുക. പേഷ്യന്റ് അടുത്ത് അവരുടെ രോഗകാരണങ്ങളും എന്തുമായാലും സത്യം മാത്രം പറയുക. എന്താണ്? വെറാസിറ്റി എന്ന് വിളിക്കാം. കിട്ടിയോടെ? അപ്പോൾ ഓട്ടോണമി എന്താ? ഓട്ടോണമി എന്ന് പറഞ്ഞ പഠന കാര്യം. ഓട്ടോണമി എന്താ? ഓട്ടോണമി എന്ന് പറയുന്നത് എന്താ? എന്തായിരിക്കും ഓട്ടോണമി? ഓട്ടോണമി എന്താണ്? ആർക്കും പറയാം. ഓട്ടോണമി എന്താ? പേഷ്യന്റിന്റെ റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്യല്ലേ? പേഷ്യന്റിന്റെ റൈറ്റ്സിനെ റെസ്പെക്ട് ചെയ്യുക. ശരിയല്ലേ? ഇനി ദ നോൺ മാലിഫിസൻസ് എന്താ? എന്താണ്? മറ്റുള്ളവർക്ക് ഹാർംഫുൾ ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല അല്ലേ? അന്ത ബെനിഫിസൻസ് എന്താ? എന്ത് വിളിക്കാം? എന്താണ്? എന്തായിരിക്കും? അവർക്ക് പേഷ്യന്റ് ഹാം വരുന്ന കാര്യത്തിൽ ഒരു കാര്യം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതിൽ നമ്മൾ പ്രവർത്തിക്കുക അല്ലേ? ശരിയല്ലേ? ചെയ്യാൻ പാടില്ല. അത് ബെനിഫിസൻസ് എന്താ? നമ്മുടെ ഡ്യൂട്ടി അല്ലേ? നമ്മുടെ ഡ്യൂട്ടി അല്ലേ? ശരിയും തെറ്റും കൃത്യമായി നോക്കി ചെയ്യാനുള്ള ശരി മാത്രം ചെയ്യുക. എന്താ? ബെനിഫിസൻസ് വിളിക്കാം. ജസ്റ്റിസ് എന്താ? ഈക്വൽ ട്രീറ്റ്മെന്റ്. എന്താ? പാവപ്പെട്ടവനായാലും പണക്കാരനായാലും വ്യത്യാസം കാണാതെ ഈക്വലി ട്രീറ്റ്മെന്റ് കൊടുക്കുക. അഞ്ചാമത്തെ വെറാസിറ്റി എന്താ? സത്യം മാത്രം പറയുക. പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും പല കാര്യങ്ങളും സത്യം മാത്രം പേഷ്യന്റിനോട് പറയുക. എന്ന് വിളിക്കാം? വെറാസിറ്റി എന്ന് വിളിക്കാം അല്ലേ? ഇത്രയും ക്ലിയർ ആയി കുഞ്ഞെ? ക്ലിയർ ആയല്ലോ. ഇനി എന്താ? ആറാമത്തെ എന്താ? ഫിഡിലിറ്റി എന്താ? ഫിഡിലിറ്റി എന്ന് പറഞ്ഞ എന്താ? ഫിഡിലിറ്റി എന്തായിരിക്കും? നമ്മൾ എപ്പോഴെങ്കിലും ഒരു പേഷ്യന്റിനോട് ഒരു കാര്യം ചെയ്തു കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കണം. അല്ലാതെ ഫാൾസ് പ്രോമിസ് കൊടുക്കാൻ പാടില്ല. നമ്മൾ ഒരു പേഷ്യന്റ് ഒരു കാര്യം ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം അല്ലേ? ഒരു പേഷ്യന്റിനോട് കാര്യം ചെയ്ത് ഞാൻ തരാമെന്ന് പറഞ്ഞാൽ, ഞാൻ പാസ്സാക്കാമെന്ന് പറഞ്ഞാൽ പാസ്സാക്കി കൊടുക്കണം. അല്ലാതെ മറ്റു പലരും പറയും പോലെ പാസ്സാക്കാമെന്ന് പറഞ്ഞ് നിങ്ങളെ ഫെയിലാക്കി തരാൻ പാടില്ല. ഫാൾസ് പ്രോമിസ് കൊടുക്കാൻ പാടില്ല. ഒരിക്കലും ഫാൾസ് പ്രോമിസ് കൊടുക്കാൻ പാടില്ല. ഈ രാത്രി 1 മണിക്ക് ആരെങ്കിലും ഇരുന്ന് ഫാൾസ് പ്രോമിസ് തരോടെ? ഹലോ? ഇല്ലല്ലോ. ഹലോ? 1 മണി ക്ലാസ് എടുത്താൽ എനിക്ക് അറിഞ്ഞൂടാ.
രാത്രി 1 മണിയോട് അടുപ്പിച്ച് ക്ലാസ് എടുത്ത ആരെയും എനിക്ക് അറിഞ്ഞുകൂടാ. മറക്കരുത്, ഫാൾസ് പ്രോമിസ് കൊടുക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ പേഷ്യന്റ് കാര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ, നിങ്ങളോട് സ്റ്റുഡൻസിന് ഒരു കാര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കുക, അല്ലാതെ ഫാൾസ് പ്രോമിസ് കൊടുക്കാൻ പാടില്ല. ഫിഡലിറ്റി എന്ന് വിളിക്കാം, ഫിഡലിറ്റി എന്ന് വിളിക്കാം. ആറാമത്തെ കാര്യം കിട്ടിയല്ലോ, ആറാമത്തെ കാര്യം കിട്ടിയല്ലോ. ഏഴാമത്തെ എന്താ? അക്കൗണ്ടബിലിറ്റി. ഇത് ഫിഡലിറ്റി എന്ന് പറയുമ്പോഴേ, ഫിഡലിറ്റി എന്ന് പറയുമ്പോ ഒരു പ്രോമിസ്, ഫാൾസ് പ്രോമിസ് കൊടുക്കാൻ പാടില്ല, ഫാൾസ് ആയിട്ടുള്ള പ്രോമിസ് കൊടുക്കാൻ പാടില്ല. എപ്പോഴും നമ്മൾ ഒരു പേഷ്യന്റിനോട് എപ്പോഴും ഫെയ്ത്ത്ഫുൾ ആയിരിക്കണ്ടേ, എപ്പോഴും ഒരു പേഷ്യന്റ് ഫെയ്ത്ത്ഫുൾ ആയിരിക്കും, സത്യം മാത്രം പറയുക, അല്ലെ? നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പ്രോമിസ് കൊടുക്കട്ടോ. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം മാത്രം എപ്പോഴും പേഷ്യന്റിനോട് പ്രോമിസ് കൊടുക്കുക. ചില സമയത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ കഴിഞ്ഞാലും ചില പ്രോമിസ് കൊടുക്കാറില്ലേ? സത്യമല്ലേ? നമ്മളെ കൊണ്ട് ആ പേഷ്യന്റ് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും കുറെ കള്ള പ്രോമിസുകൾ കൊടുക്കാൻ പാടില്ല. സത്യം മാത്രം പറയുക. പേഷ്യന്റിനോട് എപ്പോഴും ഒരു ഫാൾസ് പ്രോമിസ് കൊടുക്കാൻ പാടില്ല. ഫിഡലിറ്റി. ഏഴാമത് എന്താ? അക്കൗണ്ടബിലിറ്റി. ഏഴാമത്തെ വാക്ക് എന്താ? അക്കൗണ്ടബിലിറ്റി വിളിക്കാം. സെവൻത്ത് പറഞ്ഞാരാ? അക്കൗണ്ടബിലിറ്റി എന്താ? അക്കൗണ്ടബിലിറ്റി എന്താ? എന്താ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തായിരിക്കും? നമുക്ക് തന്നെ, നമ്മൾ മനസ്സാക്ഷിക്ക് തന്നെ ഒരു ബോധ്യം വേണ്ടേ? വേണ്ടേ? ആൻസവറബിൾ ടു ഓൺസെൽഫ് ആൻഡ് അതർ ഫോർ അതേഴ്സ്. എന്തായിരിക്കും? നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിക്ക് തന്നെ ബോധ്യം വേണ്ടേ? നമ്മൾ അത് ഉത്തരം പറയാൻ കഴിയുന്ന കാര്യമായിരിക്കട്ടെ, അല്ലെ? ഒരു പേഷ്യന്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ പേഷ്യന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥതയില്ലേ? ചെയ്യുന്ന കാര്യത്തിൽ ന്യായം വേണ്ടേ? എപ്പോഴും നമ്മൾ ന്യായത്തിന്റെ ഭാഗത്തായിരിക്കണം. നമ്മൾ ചെയ്ത എന്ത് കാര്യമായാലും ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥർ നമ്മളല്ലേ? അക്കൗണ്ടബിലിറ്റിയിലേത് പേഷ്യന്റ് നമ്മുടെ ആത്മവിശ്വാസം കൂടെ വരുന്നതല്ലേ? ആ ആത്മവിശ്വാസം കാത്തു സൂക്ഷിക്കണം. അക്കൗണ്ടബിലിറ്റി നമ്മൾ എപ്പോഴും നമുക്കുള്ള കാര്യത്തിനോട് നമ്മൾ എന്താണ് ആൻസറബിൾ അല്ലേ? അല്ലേ? നമ്മുടെ കാര്യത്തിൽ ന്യായം എപ്പോഴും വേണം. ചെയ്യുന്ന ഒരു എപ്പോഴും ന്യായമായ കാര്യം മാത്രമേ ചെയ്യാവൂ. അക്കൗണ്ടബിലിറ്റി ആൻസറബിൾ അല്ലേ? എന്ത് കൊടുത്താൽ, ഇഞ്ചക്ഷൻ കൊടുത്താലും ആൻസറബിൾ. നമ്മൾ പേഷ്യന്റ് ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയത്ത് പേഷ്യന്റ് ബൈസ്റ്റാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആൻസറബിൾ അല്ലേ? പറയേണ്ടി വരും. അക്കൗണ്ടബിലിറ്റി അല്ലേ അത്? അല്ലേ? ഇനി എട്ടാമത്തെ എന്താ? റെസ്പോൺസിബിലിറ്റി. എട്ടാമത് വരുന്നത് എന്താ? റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താ? ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ റെസ്പോൺസ്, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്ന സമയത്ത് അത് ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങളല്ലേ? അല്ലേ? 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 ഇഞ്ചക്ഷൻ അത് എന്തിനാണ് കൊടുക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? അതിന് സൈഡ് എഫക്ട് എന്താണ്? പേഷ്യന്റ് അലർജി ഉണ്ടോ? ഇഞ്ചക്ഷൻ കൊടുത്താൽ അത് കൊടുക്കുന്നത് അയാൾക്ക് റെസ്പോൺസിബിലിറ്റി അല്ലേ? അത് ഒഴിവാൻ പറ്റുമോ? നമുക്ക് ശരിയാവുന്ന കാര്യം നമ്മൾ മാത്രം ചെയ്യുക. അലർജി ഉണ്ടോ ഇല്ല നോക്കിയാറില്ലേ? അല്ലേടെ? നോക്കാറില്ലേ? സോ ഇത്രയുമാണ് എപ്പോഴും എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ആട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യന്റ് റൈറ്റ് മാത്രം ചെയ്യല്ലേ? ഓട്ടോണമി എന്താ? പേഷ്യന്റ് റൈറ്റ്സ് മാത്രം ചെയ്യല്ലേ? ഓട്ടോണമി എന്താ? പേഷ്യന്റ് റൈറ്റ്സ് മാത്രം ചെയ്യുക. ആ നോൺ മാലിഫിസൻസ് എന്താ? മറ്റുള്ളവരെ ഹാമായിട്ടൊരു കാര്യം ചെയ്യാൻ പാടില്ല, ഉറപ്പുവരുത്തണ്ടേ? നോൺ മാലിഫിസൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഹാംഫുൾ ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ആൻഡ് ബെനിഫിസൻസ് എന്താ? ശരി മാത്രം ചെയ്യുക, അല്ലെ? ശരി മാത്രമാണെന്ന് നോക്കി ശരി മാത്രം ചെയ്യുക. തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് ശരി മാത്രം ചെയ്യുക. ആൻഡ് ജസ്റ്റിസ് എന്താ? ഈക്വൽ ട്രീറ്റ്മെന്റ് അല്ലേ? ജസ്റ്റിസ് എന്താ? ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്, അല്ലേ? ആൻഡ് ഫെഡിലിറ്റി എന്താ? ഫെഡിലിറ്റി എന്താ? എന്തായിരിക്കും? നമ്മൾ പറയുന്ന പ്രോമിസസും നമ്മൾ പറയുന്ന കാര്യങ്ങളും ഫെയ്ത്ത്ഫുൾ ആയിരിക്കണ്ടേ? ഫെഡിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പ്രോമിസസും നമ്മൾ കൊടുക്കുന്ന വാക്കും എല്ലാം ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം. അക്കൗണ്ടബിലിറ്റി എന്താ? നമ്മൾ എന്ത് ചെയ്താലും ആൻസറബിൾ അല്ലേ? അല്ലെ? ന്യായമായ ഭാഗത്ത്, നമ്മുടെ ഭാഗത്ത് എപ്പോഴും ശരിയും തെറ്റും നോക്കി ശരിയുടെ ഭാഗത്ത് മാത്രം നിന്ന് നമ്മൾ പ്രവർത്തിക്കുക. റെസ്പോൺസിബിലിറ്റി എന്താ? നമ്മൾ എന്ത് ഡ്യൂട്ടി ചെയ്താലും ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ മാത്രമാണ്. സോ ദീസ് ആർ എന്താ പഠിച്ചത്? ഇത്രയും സമയം എന്താ പഠിച്ചത്? എന്താ പഠിച്ചത്? പറഞ്ഞേ, എന്താ പഠിച്ചത്? എന്തൊക്കെയാ? ഇത് ക്രൈറ്റീരിയ ആണോ? ഇത് ക്രൈറ്റീരിയ ഫോർ എ പ്രൊഫഷൻ ആണോ?
ഇതിന്റെ ക്രൈറ്റീരിയ ഒരു പ്രൊഫഷൻ ആണോ? അതാണോ? ആലോചിച്ച് പറയട്ടെ. ലീഗൽ ആൻഡ് എത്തിക്കൽ ആസ്പെക്ട് ഇൻ ദ നേഴ്സിംഗ് പറയുന്ന കാര്യമല്ലേ? 4 ക്വസ്റ്റ്യൻ ചോദിച്ച കാര്യം എന്താണ്? എത്തിക്സ് അല്ലേ? എത്തിക്സിനെ കുറിച്ചാണ് ഇത്രയും സമയം പറഞ്ഞത്. ഒരു ചോദ്യം ചോദിക്കും, കൃത്യമായി തന്നെ പഠിക്കുക. ഒരു ചോദ്യം ഈ 8 പോയിന്റിൽ നിന്നും മാത്രം ഒരു ചോദ്യം ചോദിക്കും. മിസ്സാക്കാതെ പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ് ഉടനെ തന്നെ വരും. താങ്ക് യു സോ മച്ച്.